2 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി 3 വർഷമായിട്ടും ഒരു ദിവസം പോലും പ്രവർത്തിക്കാത്ത ഒരു ആശുപത്രി കെട്ടിടം. കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രിക്കാണ് ഈ ദുരവസ്ഥ. കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ ജീവനക്കാരെ നിയമിക്കാനാകാത്തതാണ് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തടസ്സം. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇങ്ങനെ ഓരോ കാരണങ്ങളായി 20-ലധികം കെട്ടിടങ്ങളാണ് നശിക്കുന്നത്. പെരിനാട് ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ആശുപത്രി. ചേച്ചി, ആശുപത്രി തുറക്കുന്നില്ലേ? ഇല്ല, ആശുപത്രി തുറക്കുന്നില്ല. 3 വർഷക്കാലമായിട്ട് ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇവിടെ മതിയായ സ്റ്റാഫുകളില്ലെന്നുള്ളതാ കാരണം. 2020 ശിലാസ്ഥാപനം നടത്തി. അന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു ഇവിടുത്തെ ജനപ്രതിനിധി. ഒപ്പം തന്നെ 2022 നവംബർ മാസത്തിൽ ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ്. പക്ഷേ നാളിതുവരെ ഇതിൻ്റെ തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടില്ല. അതിഗംഭീരമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. റിസപ്ഷൻ, ഫാർമസി, കാത്തിരിപ്പ് കേന്ദ്രം, ഒപ്പം തന്നെ പുരുഷന്മാരുടെ വാർഡുകൾ, പുരുഷന്മാരുടെ ചികിത്സാമുറി, അങ്ങനെ അതിവിപുലമായ സംവിധാനം ഒരുക്കി ഏതാണ്ട് 2 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഒരു കെട്ടിടമാണിത്. കർക്കിടക മാസമാണ്. ജനങ്ങൾക്ക് തന്നെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി വലിയ രീതിയിൽ ആയുർവേദ ചികിത്സ നടത്തുന്ന കാലമാണ്. 2022 പ്രവർത്തനം ആരംഭിച്ചായിരുന്നെങ്കിൽ കൃത്യമായി ഈ എണ്ണത്തോണിയിൽ ജനങ്ങൾക്ക് വന്ന് ചികിത്സ നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ എണ്ണത്തോണിയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിത്തള ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അവയൊക്കെ തന്നെ ക്ലാവ് പിടിച്ച് നശിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച തയ്യാറാക്കിയ ഒരു ഉപകരണമാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. പുരുഷന്മാരുടെ വാർഡാണ്. പക്ഷേ ഇപ്പോൾ സമീപത്തെ ആയുർവേദ ഡിസ്പെൻസറിയിലെ മരുന്ന് ഡംപ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി ഈ വാർഡ് മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി തയ്യാറാക്കിയിട്ടുള്ള കട്ടിലുകൾ, അതുപോലെ തന്നെ മേശകൾ അടക്കമുള്ള സാധനങ്ങളെല്ലാം തന്നെ സമീപത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. സ്റ്റീം ബാത്തിന് വേണ്ടിയുള്ള സാധനം നിറയെ പൊടിയാണ്. 3 വർഷം മുമ്പ് കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. പൊതിഞ്ഞു കൊണ്ടുവന്ന കവറിൻ്റെ ഒരു ഭാഗം മാത്രം പൊട്ടിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരാൾ പോലും ഇതിനകത്ത് കയറിയിട്ടില്ല. ഞാനായിരിക്കാം ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. കുറച്ച് ആവിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ടൊന്ന് പുഴുങ്ങി കിട്ടിയാനേ. തമാശയായിട്ട് പറയുന്നതല്ല. ഇത്തരത്തിലുള്ള ചികിത്സകൾക്ക് വേണ്ടിയൊക്കെയുള്ള സംവിധാനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. അവയെല്ലാം തന്നെ ഇങ്ങനെ പൊടി പിടിച്ച് നശിക്കുന്ന അവസ്ഥയാണുള്ളത്. ആർഭാട മാമാങ്കത്തോടൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. ഭയങ്കരമായിട്ട് കാര്യമായിട്ടൊക്കെ നടത്തി. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നങ്ങോട്ട് അവർ കാണിച്ചിട്ടില്ല. പഞ്ചായത്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരും അത് ചെയ്തിട്ടില്ല. ഭിന്നശേഷിക്കാർക്കടക്കം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം, മുകളിലേക്ക് കയറാനുള്ള ക്രമീകരണമൊക്കെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? രോഗികൾക്ക് ആർക്കും ഇവിടേക്ക് കയറാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. മുകളിലാണ് സ്ത്രീകളുടെ ചികിത്സാമുറി. താഴെ പുരുഷന്മാർക്ക് ഉള്ള എണ്ണത്തോണിക്ക് സമാനമായ രീതിയിൽ മുകൾ നിലയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എണ്ണത്തോണി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ ഈ എണ്ണത്തോണിയിൽ കിടത്തി ഒരാളെ പോലും ചികിത്സിച്ചിട്ടില്ല. ഒരാ രോഗി പോലും ഈ മുകളിലെ വാർഡിലേക്കോ ചികിത്സാ മുറിയിലേക്കോ എത്തിയിട്ടില്ല. 17 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 17 ജീവനക്കാർ ഇവിടെ പുതുതായിട്ട് പോസ്റ്റ് ചെയ്താൽ മാത്രമേ 30 രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലായിട്ട് മാറാൻ കഴിയും. ഇതിന് നിരന്തരം നമ്മൾ പല ആവശ്യങ്ങളും പരാതികളും എല്ലാം കൊടുത്തിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടി ഇതിനകത്തുണ്ടാകുന്നില്ല. സ്ത്രീകളുടെ വാർഡാണ്. ഈ വാർഡ് മാത്രമാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഏക മുറി. ചികിത്സയ്ക്ക് വേണ്ടിയല്ല, വല്ലപ്പോഴും യോഗ പരിശീലനത്തിന് വേണ്ടി മാത്രമാണ് ഈ മുറി ഉപയോഗിക്കുന്നത്. പ്രവർത്തനം ഇനി നല്ല രീതിയിൽ തുടർന്നാൽ എല്ലാവർക്കും അതൊരു വലിയ ആശ്വാസമായിരുന്നേനെ. പ്രത്യേകിച്ച് വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ദൂരം വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഉപകാരമായിരിക്കും. രോഗികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇതിന് സമാനമായ രീതിയിലുള്ള ഒട്ടേറെ ഉപകരണങ്ങളുണ്ട്. ഇതൊന്നും പ്രവർത്തിപ്പിക്കാത്തത് ഇവിടുത്തെ ജീവനക്കാരുടെ അനാസ്ഥ മൂലമല്ല. ഇവിടെ 24 മണിക്കൂറും ഈ ആശുപത്രി പ്രവർത്തിക്കണമെങ്കിൽ 17 ജീവനക്കാരുടെ ഒരു ഒഴിവ് നികത്തേണ്ടതുണ്ട്. പക്ഷേ അതിന് ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. കുറേയേറെ നാളുകൾക്ക് മുമ്പ് ഒഴിവ് നികത്തണമെന്ന് ആവശ്യപ്പെട്ട് മെഡിക്കൽ ഓഫീസർ കത്ത് നൽകിയതാണ്. ആ കത്തിൽ യാതൊരു പരിഗണനയും ഉണ്ടായിട്ടില്ല. അതുമൂലമാണ് 2.5 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനുള്ള നടപടിയാണ് ഈ കർക്കിടക മാസത്തിലെങ്കിലും സർക്കാർ സ്വീകരിക്കേണ്ടത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.